ഒരു ബിരിയാണി കടം. കഥ എഴുതിയത് സുദിന രാജീവ്. എയർപോർട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് ഭാമ ബാഗേജ് ഒന്നുകൂടി പരിശോധിച്ചു. കൊച്ചിയിലെ ഫ്ലാറ്റിൻ്റെ ചാവി എടുത്തു വച്ചിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തി. നാട്ടിലേക്കുള്ള യാത്ര എന്നും എന്തെന്നില്ലാത്ത സന്തോഷമാണ് സമ്മാനിക്കാറുള്ളത്. എവിടെയെല്ലാം പോയാലും എന്തെല്ലാം നേട്ടങ്ങൾ കൈവരിച്ചാലും അതിൻ്റെയൊക്കെ പിന്നിൽ പിറന്ന നാട്, വീട്, ബന്ധുക്കൾ, സുഹൃത്തുക്കൾ എന്നിങ്ങനെ എല്ലാവരും ഉണ്ടാവുമല്ലോ. ഇന്നത്തെ നാട്ടിലേക്കുള്ള യാത്ര ഭാമയ്ക്ക് ഇരട്ടി മധുരമാണ്. ഭാമയുടെയും മഹിയുടെയും പ്രണയവിവാഹത്തെ രണ്ടു പേരുടെയും വീട്ടുകാരും ബന്ധുക്കളും അംഗീകരിച്ചിട്ടില്ലായിരുന്നുവല്ലോ. കുഞ്ഞിൻ്റെ വരവോടെ എല്ലാം തിരിച്ചു കിട്ടിയ സന്തോഷം പറഞ്ഞറിയിക്കാൻ സാധിക്കില്ല. മാഷമോൾക്ക് 3 വയസ്സായിരിക്കുന്നു. എല്ലാവരും അവളെ കാണാൻ നാട്ടിൽ കാത്തിരിക്കുകയാണ്. ഭാമ എന്തോ ജാനമ്മയെക്കുറിച്ച് ഓർത്തുപോയി. പരിശോധനയ്ക്ക് ചെന്നപ്പോൾ മാസം തികയുന്നതിനു മുന്നേ പ്രസവമുണ്ടാകുമെന്ന് കൽക്കട്ടയിലെ ഡോക്ടർ പറഞ്ഞപ്പോൾ ആകെ പരിഭ്രമമായി. പിന്നെ ഒന്നും ആലോചിച്ചില്ല. കൊച്ചിയിലെ ഫ്ലാറ്റിലേക്ക് പറന്നു. നാട്ടിൽ എത്തിയപ്പോഴാണ് പ്രതിസന്ധി ശരിക്കും ബോധ്യമായത്. മഹിക്ക് ഒരാഴ്ച കഴിയുമ്പോഴേക്കും മടങ്ങിപ്പോയേ പറ്റൂ. മുഴുവൻ സമയവും വീട്ടിൽ നിൽക്കുന്ന എല്ലാ ജോലിയും ചെയ്യുന്ന ഒരു സെർവൻറ്റിനെ കിട്ടുവാൻ എത്ര അസാധ്യമാണെന്ന് അപ്പോഴാണ് ബോധ്യമാവുന്നത്. മഹിയുടെ ബിസിനസ്സുകാരൻ കസിൻ ബ്രദറിൻ്റെ ഡ്രൈവർ സദാനന്ദൻ 1 മാസം കഴിയുമ്പോൾ ഉറപ്പായും ആളെത്തുമെന്ന് പറഞ്ഞു. അയാളുടെ അമ്മായി ഗൾഫിലെ ആയയുടെ ജോലി മതിയാക്കി തിരികെ എത്തുകയാണത്രേ. പക്ഷേ അതുവരെ എന്തു ചെയ്യും? ഇരുവരുടെയും ബന്ധുക്കളെ വിവരമറിയിക്കാനോ അവരുടെ സഹായം തേടാനോ മഹിയും ഭാമയും കൂട്ടാക്കിയില്ല. സദാനന്ദനാണ് അവസാനം ജാനമ്മയെ കണ്ടെത്തിയത്. മഹി അവരുടെ വീട്ടിലെത്തി അവരുമായി സംസാരിച്ച സന്ദർഭം വിവരിച്ചത് ഭാമ ഇപ്പോഴും ഓർക്കുന്നു. വർഷങ്ങളായി വെള്ളവലിക്കാത്ത ചുവരുകളോട് കൂടിയ ഒരു പഴയ കൊച്ചു വീട്. കയറി ചെല്ലുമ്പോൾ ഉമ്മറത്ത് ഒരാൾ ഇരിപ്പുണ്ട്. അന്യർക്കെതിരെ വിദ്വേഷം എഴുതി വെച്ച മുഖം. എവിടെന്നാ? എന്താ കാര്യം? മദ്യത്തിൻ്റെ കുമിഞ്ഞ ഗന്ധം. ജാനമ്മയെക്കുറിച്ച് ചോദിച്ചപ്പോൾ വീടിന് പിറകിലേക്ക് ആംഗ്യം കാണിച്ചു. അവിടെ ചെറിയ ഒരു കുടിൽ. വാതിലിൽ മുട്ടിയപ്പോൾ അവർ ഇറങ്ങി വന്നു. കാഴ്ചയിൽ തന്നെ 60 മേൽ പ്രായം തോന്നുന്ന വണ്ണമുള്ള സ്ത്രീ. പ്രസരിപ്പും പ്രശാന്തിയും നിറഞ്ഞ മുഖം. നീർ കെട്ടിയ അവരുടെ കാൽപാദങ്ങൾ മഹിയിൽ ആശങ്കയുണർത്തി. സദാനന്ദൻ കാര്യം അവതരിപ്പിച്ചു. അയ്യോ മോനെ, ഞാൻ ജോലിയൊക്കെ നിർത്തി. പ്രഷറിന് ഗുളികയൊക്കെ കഴിക്കുന്നുണ്ട്. മുന്നിലുള്ള വീടിനെ ചൂണ്ടി അവർ പറഞ്ഞു. അതെൻ്റെ വീടാണ്. അത് വാടകയ്ക്ക് കൊടുത്ത് ഞാൻ ഈ ഓലക്കുടിലേക്ക് മാറി. കിട്ടുന്ന വാടകയിൽ അങ്ങനെ കഴിഞ്ഞു പോകുന്നു. സദാനന്ദൻ ഒരുപാട് നിർബന്ധിച്ചു. അവർ വഴങ്ങിയില്ല. നിരാശയോടെ മടങ്ങുമ്പോൾ പിന്നിൽ നിന്ന് അവരുടെ വിളി വന്നു. നിങ്ങൾ ഇത്രയും നിർബന്ധിച്ചതല്ലേ, ഞാൻ വരാം. പക്ഷേ 1 മാസത്തിൽ കൂടുതൽ നിൽക്കില്ല. ഒരു ചെറിയ തോൾസഞ്ചിയിൽ ഒതുങ്ങി അവരുടെ പാക്കിംഗ്. ജാനമ്മയെ മഹി കൊണ്ടുവന്നപ്പോൾ ഭാമ മഹിയെ തുറിച്ചു നോക്കി. തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്യ് എന്ന ഭാവം മഹിയുടെ കണ്ണുകളിൽ. ഇവരെ ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ടി വരുമോ എന്ന ഒരു കുസൃതി ചിന്ത ഭാമയുടെ മനസ്സിൽ പൊങ്ങി. എന്നാൽ ഭാമയുടെ ചിന്ത അസ്ഥാനത്തായിരുന്നു. ജാനമ്മ വളരെ സുപരിചിതത്വത്തോടെ തൻ്റെ ജോലിയിലേക്ക് കടന്നു. ചില സാധനങ്ങളുടെ കുറവ് അവർ പറഞ്ഞ് പരിഹരിച്ചു കൊടുത്തു. അവരുടെ പാചകം ഗംഭീരമായിരുന്നു. മഹി സമാധാനത്തോടെ കൊൽക്കത്തയിലേക്ക് തിരിച്ചു. ജാനമ്മ ഭാമയെ മോളെ എന്ന് മാത്രമേ വിളിക്കൂ. അവളുടെ പേരറിയുമോ എന്ന് പോലും സംശയമുണ്ട്. അത്തരം വിളികൾ ഭാമയുടെ ജീവിതത്തിൽ വളരെ അപൂർവമായിരുന്നു. മഹി പോകുന്നതിന് മുൻപേ തന്നെ സിറ്റിയിലെ മുന്തിയ ഹോസ്പിറ്റലിൽ ബുക്ക് ചെയ്തിട്ടാണ് പോയത്. 5 സ്റ്റാർ സൗകര്യങ്ങൾ പാലിക്കുന്ന ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിൻ്റെ മണമേയില്ല. ഇങ്ങനെ ഒരിടത്ത് പ്രസവിക്കാനും വേണം യോഗം, ജാനമ്മ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. കഫറ്റേരിയയിൽ ചായ കുടിക്കുവാൻ സങ്കോചത്തോടെയാണ് അവർ ഇരുന്നത്. പക്ഷേ ഉച്ചയായതോടെ അവരുടെ സങ്കോചമൊക്കെ മാറി അവർ ചുറുചുറുക്കോടെ സംസാരിക്കാൻ തുടങ്ങി. ഊണ് കഴിക്കാൻ ഇരുന്നപ്പോൾ നാണത്തോടെ ചിക്കൻ ബിരിയാണി കിട്ടുമോ എന്ന് ചോദിക്കുമോളെ. നിർഭാഗ്യത്തിൽ അത് തീർന്നു പോയിരുന്നു.
സാരമില്ല ജാനമ്മ, നിങ്ങളുടെ വാക്കുകൾ ഞാൻ വേറൊരു ദിവസം തീർത്തു തരാം. അത് കേട്ട് അവർ പൊട്ടിച്ചിരിച്ചു. ജാനമ്മയും ഭാമയും ചെക്കപ്പിനായി ഹോസ്പിറ്റലിൽ പോയ ദിവസം അവിടെ ഡോക്ടറിന് അന്നേ ദിവസം അവിചാരിതമായി സിസേറിയൻ കേസ് വന്നു. ആ ദിവസം OPയിൽ ഡോക്ടർ എത്തിയത് ഉച്ചയ്ക്ക് ശേഷമായിരുന്നു. ഡോക്ടറുടെ സിസേറിയൻ ദിവസം എല്ലാ തിങ്കളാഴ്ചയുമാണ്. അന്ന് OP ഉണ്ടാവില്ല. അടുത്തിരുന്ന സ്ത്രീ പറഞ്ഞു. കഴിഞ്ഞ തിങ്കളാഴ്ച ഡോക്ടർ 15 സിസേറിയൻ ചെയ്തത്രേ. അതിൽ 14 പെൺകുഞ്ഞുങ്ങളായിരുന്നത്രേ. ചിലപ്പോൾ പെണ്ണായി ജനിക്കാനുള്ള ആത്മാക്കളൊക്കെ കേരളത്തിലേക്ക് ഓടി വരുന്നതാകും. സ്കാൻ ചെയ്ത് നശിപ്പിക്കുവാൻ അത്ര എളുപ്പമല്ലല്ലോ കേരളത്തിൽ. ഭാമ മനസ്സിലോർത്തു. തൻ്റേത് മകൾ തന്നെയായിരിക്കും. മാഷ ആൻഡ് ബിയർ മാഷയെപ്പോലെ. ഭാമ പുഞ്ചിരിയോടെ മനസ്സിലുറപ്പിച്ചു. ജാനമ്മയ്ക്ക് പോകുവാൻ സമയമായി. അടുത്ത ആഴ്ച സദാനന്ദൻ്റെ അമ്മായി വന്നു ചേരും. ജാനമ്മയെക്കുറിച്ച് കൂടുതലൊന്നും തനിക്കറിയില്ലായിരുന്നു. അവരെക്കുറിച്ച് ഒന്നും പറയാറില്ല. അവരുടെ മൊബൈൽ ഫോൺ അവർക്ക് ഉപയോഗിക്കാൻ അറിയില്ല. ഭാമയാണ് അതിൽ നിന്ന് അവരുടെ മകൻ്റെ നമ്പർ കണക്ട് ചെയ്ത് കൊടുക്കുന്നത്. പിന്നീട് സംഭാഷണ മധ്യേയാണ് അവർക്കൊരു മകൾ കൂടി ഉണ്ടെന്നറിയുന്നത്. ആ മകളെക്കുറിച്ച് ചോദിച്ചപ്പോൾ നെടുവീർപ്പോടെ അവർ പറഞ്ഞു, അതൊക്കെ ഒരു കഥയാണ്, മോളിപ്പോൾ അതറിയണ്ട. ഭാമ കൂടുതൽ ചോദിക്കുവാൻ നിന്നില്ല. എന്തിന് മറ്റുള്ളവരുടെ സ്വകാര്യതയിലേക്ക് നൂണ്ടിറങ്ങണം? സദാനന്ദൻ്റെ അമ്മായി വന്ന ദിവസം തന്നെ ജാനമ്മ യാത്ര പറഞ്ഞു പോയി. പോകുമ്പോൾ അവർ പറഞ്ഞു, കുട്ടി വന്നു കഴിയുമ്പോൾ അവരെ അറിയിക്കണം, അവർ കാണാൻ വരും. അവർ വളരെ സന്തോഷത്തിലായിരുന്നു. ഇതിനിടയിൽ അവർക്ക് വിധവാ പെൻഷൻ അനുവദിച്ചു കിട്ടിയിരുന്നു. ഉള്ളിലെ വിഷമം പുറത്തു കാണിക്കാതെ ബാൽക്കണിയിൽ നിന്ന് ഭാമ അവർക്ക് കൈവീശി. അകന്നു പോകുന്ന ഓട്ടോറിക്ഷയിലിരുന്ന ജാനമ്മ മേൽമുണ്ടുകൊണ്ട് കണ്ണു തുടയ്ക്കുന്നത് ഭാമ കണ്ടു. അപ്പോഴാണ് ഭാമ കുറ്റബോധത്തോടെ ആ കാര്യം ഓർത്തത്. അവർക്ക് വാഗ്ദാനം ചെയ്തിരുന്ന ആ ചിക്കൻ ബിരിയാണി വാങ്ങിക്കൊടുക്കുവാൻ ഭാമ മറന്നുപോയിരുന്നു. മാഷ ജനിച്ച വിവരം മഹിയുടെ അച്ഛനോട് മാത്രം പറഞ്ഞു. ഭാമയാണ് ഇരു വീട്ടുകാരെയും വിവരം അറിയിച്ചത്. ഭാമയുടെ അമ്മ ഓടി വന്ന് കുറേ കരഞ്ഞു. പ്രസവത്തിന് വന്ന വിവരം അമ്മയെ അറിയിക്കാതെ ഭാമ എങ്ങനെ ഇത്ര കഠിനഹൃദയായിപ്പോയി എന്ന് അവർ തേങ്ങി. മഹിയുടെ ബന്ധുക്കളും ഓരോരുത്തരായി വരുവാൻ തുടങ്ങി. ഇരുപക്ഷത്തിനുമിടയിൽ 5 വർഷം കൊണ്ട് ഉറഞ്ഞുപോയ മഞ്ഞ് അങ്ങനെ ഉരുകിപ്പോയി. ജാനമ്മയെ വിവരമറിയിക്കുവാൻ ഭാമ നിരവധി തവണ വിളിച്ചു. പക്ഷേ അവരുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. ഇടവേളകളിൽ സദാനന്ദൻ്റെ അമ്മായി പറഞ്ഞ വിശേഷങ്ങളിൽ നിന്നാണ് ഭാമ ജാനമ്മയുടെ മൂത്ത മകളുടെ കഥ അറിയുന്നത്. ജാനമ്മയുടെ മൂത്ത മകളും 6 വയസ്സുള്ള കുഞ്ഞുമോളും ജാനമ്മയെ കാണുവാൻ വീട്ടിലേക്ക് വരികയായിരുന്നു. സഞ്ചരിച്ചിരുന്ന ബസ് നിയന്ത്രണം വിട്ട് പുഴയിലേക്ക് വീണു. 2 പേരും രക്ഷപ്പെട്ടില്ല. മരുമകൻ ദിവാകരൻ അവർക്ക് മകൻ തന്നെയായിരുന്നു. 1 മാസം കഴിഞ്ഞ് അയാൾ ജാനമ്മയെ കാണുവാൻ വന്നു. കുറച്ചു നേരം ജാനമ്മയ്ക്കരികിൽ കട്ടിലിൽ അയാൾ നിശബ്ദനായിരുന്നു. അയാളുടെ കയ്യിൽ ഒരു കവറുണ്ടായിരുന്നു. അത് അയാൾ കട്ടിലിൽ വെച്ച് തിരിച്ചുപോയി. ചെറുപ്പത്തിലെ വിധവയായ ജാനമ്മ വളരെ കഷ്ടപ്പെട്ടാണ് മക്കളെ 2 പേരെയും വളർത്തി വലുതാക്കിയത്. മൂത്ത മകൾക്ക് കൊടുക്കാൻ സ്ത്രീധനമൊന്നും അവരുടെ കയ്യിലില്ലായിരുന്നു. പുരയിടത്തിൽ നിന്നും 4 സെന്റ് മകളുടെ പേരിൽ ഭാഗം ചെയ്ത ആധാരം അവർ മകളെ ഏൽപ്പിച്ചിരുന്നു. അതായിരുന്നു അയാൾ കൊണ്ടുവന്ന ആ കവറിൽ. മാഷയ്ക്ക് 1 മാസം പ്രായമായപ്പോൾ എല്ലാവരോടും വിട പറഞ്ഞ് ഭാമയും കുടുംബവും കൊൽക്കത്തയിലേക്ക് തിരിച്ചു പറന്നു. ദാ ഇപ്പോൾ വീണ്ടും നാട്ടിലേക്ക്. എന്താ ഇപ്പോൾ നാട്ടിൽ കറങ്ങുകയാണോ? ചെക്കിൻ ചെയ്യുവാൻ സമയമായി. മഹിയും കുഞ്ഞും മുന്നിൽ. വാ അമ്മേ. ആദ്യമായി പ്ലെയിനിൽ കയറുന്ന ത്രില്ലിൽ മാഷ അമ്മയുടെ കൈപിടിച്ച് മുന്നോട്ട് നടന്നു.